ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡ്സൊക്കെ എന്താ പറയുക, റീപോട്ടിങ് മീൻസ് തൈകൾ റൂട്ട്സ് വന്നിട്ട് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് പോട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പോട്ടിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഓട് കഷ്ണമൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് പോട്ട് ചെയ്ത സമയത്ത് ഞാനിതിൽ യൂസ് ചെയ്തിരുന്നത് കുറച്ച് ബേബി മെറ്റൽ, പിന്നെ അതേപോലെ തന്നെ കരിക്കട്ട, ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് മാത്രം റൂട്ട്സ് പെട്ടെന്നൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ചകിരി കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചിൻ്റെ ശല്യം നല്ല രീതിക്ക് ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ചൂടുകാലം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിയൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഈ പോട്ടിൽ നിന്നും വേരിനൊന്നും പറ്റാണ്ട് നല്ല രീതിക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും തൈകൾ ഉണ്ടാക്കാം. പുതിയ കിക്കീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 പ്ലാന്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് സാധാ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മറ്റേ ചട്ടിയിലല്ല വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ 2 മൺചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഓടിൻ്റെ പീസ് വെച്ചിട്ടാണ് കൂടുതൽ ഞാൻ ഫില്ലാക്കി എടുക്കാൻ വിചാരിക്കുന്നത്. പിന്നെ മണ്ണിൻ്റെ ചട്ടി അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഓടിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്ലാന്റ് ഇതിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് വലുതായത് കൊണ്ട് തന്നെ താങ്ങായിട്ടൊരു മരത്തിൻ്റെ പീസോ എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഇത് നല്ല റെഡിക്ക് സെറ്റായിട്ട് നിൽക്കില്ല എന്ന് കരുതിയിട്ട് അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് മെറ്റലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിനാദ്യം വെച്ച് കൊടുത്തിരുന്നത് മാത്രം താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ളത് ചെറിയ ചെങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ അതേപോലെ തന്നെ കരിക്കട്ട, വളരെ കുറച്ചുള്ള കരിക്കട്ട ഒക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പിന്നെ അതേപോലെ കുറച്ച് ബേബി മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് റെഡിക്ക് വെച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓടിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓടിൻ്റെ പീസ് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോഴും തൈകൾ വേറെ ഉണ്ട്, അതായത് കിക്കീസ് ഉണ്ട്, വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ 2-3 ചകിരിയുടെ നാര് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലും വെച്ച് കൊടുക്കുന്നത്. കാരണം ഒച്ച് വന്നതിന് ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് റൂട്ട്സ് നല്ല രീതിക്ക് പിടിച്ച് കിട്ടാനായിട്ടാണ് ഇത് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓടിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തപ്പോൾ എന്താ പറയുക, അത് ശരിക്ക് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനി വെറുതെ ഈ ഒരു പീസ്, ഇതൊരു ടേബിളിൻ്റെ പഴയൊരു ടേബിളിൻ്റെ പീസായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലുള്ള ചട്ടിയിലൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ ശരിക്കും ഇരിക്കണില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇതേപോലെ കമ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അതവിടെ സെറ്റായി കിട്ടിക്കോളും. പക്ഷേ ഞാനിത് പ്ലാന്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇനി അതിൻ്റെ ആവശ്യമില്ല. അത് കാരണം ഞാനത് ഇങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിക്ക് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു താങ്ങായിട്ട് വേറൊരു വടിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന ടൈമിലൊന്നും ഇളകി പോയില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല രീതിക്ക് സെറ്റായത് കൊണ്ട് അങ്ങനെ വെച്ചെന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഓർക്കിഡ് കൂടെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് റൂട്ട്സൊക്കെ വന്നിട്ട് പോട്ടിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റാമെന്ന് കരുതി. എന്നിട്ട് സെയിം മെത്തേഡിൽ നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റും റീപോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനിന്ന് 4 പ്ലാന്റാണ് റീപോർട്ട് ചെയ്തത്. ഒന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്ലാന്റിൽ നിന്ന് തന്നെ വേറെയും തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 പോട്ടിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരാഴ്ച തണലുള്ള സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം എന്ത് ചെയ്താൽ മതി, നല്ല ഫ്ലവറിങ്ങിനുള്ളതാണെങ്കിലും ഗ്രോത്തിനുള്ളതാണെങ്കിലും ഒക്കെ NPK ആണെങ്കിലും അല്ലാതെ സാധാ ജൈവമായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ കുറച്ച്
വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. അതിന് ശേഷമാണ്, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതിന് മുന്നേ വെച്ച് ഒരു സ്റ്റാൻഡ്, ഡെൻഡ്രോബിയം ഒരു ഓർക്കിഡ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നല്ല രീതിക്ക് സക്സസ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ റോഡ്സൊക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്ലാന്റ്സിനും വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടും നല്ല രീതിയിൽ തന്നെയാണ് സെറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും 2-3 മാസം കഴിയുമ്പോഴേക്കും ഫ്ലവറിങ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കിക്കീസ് ആയിരുന്നല്ലോ കൂടുതലും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.